വൈറലായി വിമാനത്താവളത്തിനുള്ളിലെ ശിവമണിയുടെ താളവിസ്മയം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലഗേജ് തടഞ്ഞതിന് പിന്നാലെ മറ്റ് യാത്രക്കാർക്ക് ആശ്വാസമാകാനാണ് താൻ പ്രതീകാത്മകമായി ഡ്രംസ് അവതരിപ്പിച്ചത് എന്ന് ശിവമണി മാതൃഭൂമി ന്യൂസിനോട് പിന്നീട് പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നാണ് ശിവമണി എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. ഷിനോജ് കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. ഷിനോജ്, ഏത് വേദിയായാലും താളവിസ്മയം തീർത്ത് ആളുകളെ കയ്യിലെടുക്കാനുള്ള അസാമാന്യ കഴിവുള്ള വ്യക്തിയാണ് ശിവമണി. പക്ഷേ ഇത് വേദി മറ്റൊന്നായിരുന്നു. ഈ പ്രകടനത്തിനൊരു പ്രതിഷേധത്തിന്റെ സ്വരമുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം ഈ ദൃശ്യങ്ങളൊക്കെ വൈറലായതിന് തൊട്ട് പിന്നാലെ നമ്മോട് പങ്കുവയ്ക്കുന്നത്? കൊച്ചിൻ എയർപോർട്ടിൽ ലഗേജ് കിട്ടാൻ താമസത്തിനെ തുടർന്ന് ഡ്രമ്മർ ശിവമണി കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ഡ്രംസിൻ്റെ അവതരണം അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഡ്രമ്മർ ശിവമണി തന്നെ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. എന്തായിരുന്നു ഇന്നലെ സത്യത്തിൽ സംഭവിച്ചേ? സ്വാമി ശരണമയ്യപ്പ. സ്വാമി എന്താ ഇത്? ഓക്കെ, yesterday I landed. I was just going to Tiruvalla performing with Stephen Devasi. We landed and we were waited for luggage to come. We are waiting. Luggage didn't turn up. And then we realize there's a special thing is happening in the airport. Our PM has come for a wedding, all that. That is other side. So while they're waiting, all my fans, they were just taking a selfies and photos and everything. And there's 2-3 kids, small little kids were playing drums, they said. I said okay, and everyone was waiting 40 minutes. I said, don't worry, let's celebrate our Kanum Pongal. So I played one of the song I played for A. Rahman, Hamma Hamma song. So I played for everyone. That everyone happy, they change complete mood. Music has a power. So that is always I entertain people wherever they ask me to play, I'll play. That is my job, that is my life. Music and rhythm is God, always I mention. That's it. Actually, it is a protest or time pass? It's kind of sharing my gift to everyone there on the spot. Because everyone was waiting 40 minutes standing and all. Then I just said, I'm going to jam for you all. So I played a little bit. You play Amma? Yes, Amma. You want to play here? Yeah. Amma, 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 Amma. Shivamani. ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ശിവമണി നമ്മോട് പ്രതികരിച്ചത് ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെയാണ് കണ്ടത്. ഷിനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഷിനോജ്, പ്രതിഷേധങ്ങളൊക്കെ പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്ന ആളുകളൊക്കെ. ഇങ്ങനെയൊരു സന്ദർഭം, അതൊരു പ്രത്യേക ഒരു സന്ദർഭമാണ്. ആളുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അതായത് എയർപോർട്ടിൽ തടഞ്ഞു വെക്കുന്ന ഒരു നിമിഷമാണ്. പക്ഷേ അത് സംഗീതത്തിലൂടെയും മേള വിസ്മയങ്ങളിലൂടെയൊക്കെ ഒരു പ്രത്യേക ഒരു ശരീരഭാഷ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നീട് അത് വൈറലായി എല്ലാവരും സോഷ്യൽ മീഡിയ മുഴുവനായി ഏറ്റെടുത്തു. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ നിമിഷത്തെക്കുറിച്ച് പറയുന്നത്? പ്രതീക്ഷ, ഇന്നലെയാണ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇത്തരത്തിൽ ശിവമണിയുടെയും അതുപോലെ തന്നെ ശിവമണിയുടെ ഒപ്പം ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആളുകളുടെയുമൊക്കെ ഈ ലഗേജ് തടഞ്ഞു വയ്ക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അതിൻ്റേതായ സുരക്ഷാ ക്രമീകരണങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് 45 മിനിറ്റോളം ഇത്തരത്തിൽ ശിവമണിക്കും അതിൻ്റെ ഒപ്പമുള്ള ആളുകളുടെയും ഒക്കെ ലഗേജ് 3/4 മണിക്കൂറോളം തടഞ്ഞു വെക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സ്വാഭാവികമായും 45 മിനിറ്റോളം ഈ ലഗേജിന് വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മുഷിപ്പുണ്ടാക്കും. അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന ആളുകളൊക്കെ തന്നെ മുഷിപ്പുണ്ടായി. തുടർന്നാണ് അവർക്ക് ഒരു സന്തോഷം നൽകുന്നതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ ഇതൊരു സംഗീതത്തിലുള്ള പ്രതിഷേധം അറിയിക്കുക എന്ന തരത്തിൽ തന്നെയാണ് ശിവമണി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 സ്റ്റിക്ക് ഉപയോഗിച്ച് ഈ എയർപോർട്ടിലെ എക്സ്ക്ലേറ്ററിൻ്റെ ഒരു കൈവരിയിൽ കൊട്ടിക്കൊണ്ട് താളവിസ്മയം തീർത്തിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ വളരെ വൈറലായിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ
ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വാർത്തകൾ നൽകുന്നു. ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ആദ്യമായി ഇതെന്താണ് സംഭവിച്ചത് എന്ന തരത്തിലൊരു പ്രതികരണം ശിവമണിയുടെ ഭാഗത്തുനിന്ന് മാതൃഭൂമി ന്യൂസിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ശിവമണി ഇതൊരു പ്രൊട്ടസ്റ്റ് ആണോ അതൊരു ടൈം പാസ് ആണോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ശിവമണി പറയുന്നത് ഇതൊരു തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സമ്മാനമാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അത്തരത്തിൽ വളരെ മുഷിപ്പുണ്ടായിരുന്നു. വളരെ നേരം ഏകദേശം 3/4 മണിക്കൂറോളം തങ്ങളുടെ ലഗേജിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ സമയത്ത് തൻ്റെ സംഗീതത്തിലൂടെ അവരെ ഒന്ന് ആനന്ദിപ്പിക്കുക, അവർക്ക് സംഗീതം ഒരു സന്തോഷം നൽകുക, അതിന് തൻ്റെ സംഗീതം ഉപയോഗിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു വേറിട്ടൊരു പ്രതിഷേധമായിരുന്നു ഇന്നലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായും